എങ്കിലും കടന്നു വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഒട്ടും സമയം കളയാതെ നിങ്ങളെ വേഗത്തിൽ തന്നെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുവാൻ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അതിൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ച് ആരെങ്കിലും സഹായിച്ചാൽ നാലാമത്തെ അഞ്ചാമത്തെ വാക്യം. മതി. അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദാവീദ് പറയുക, എനിക്ക് ഓർക്കാനൊരു കാലമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും, വേദിയിലായിരിക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെ, വചന ശുശ്രൂഷിക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെ, ഏറ്റവും പുറകിലിരിക്കുന്ന പ്രായമുള്ള പ്രിയപ്പെട്ടവരുവരെയും ഇന്നലകളിൽ ഓർക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. സ്തോത്രം. അതാണ് ഒരു മനുഷ്യനായാൽ മനനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. മനുഷ്യൻ എന്നുള്ള 4 വാക്കുകളിൽ ഏറ്റവും അന്തസ്സത്തായി അടങ്ങിയിരിക്കുന്ന 4 അർത്ഥങ്ങളുണ്ടെന്ന്. മനുഷ്യൻ എന്നുള്ള മാ എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവൻ, നാ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവൻ, ഷാ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നവൻ. ഒക്കെ ഇതൊക്കെ നമ്മുടെ ഒരു മനുഷ്യൻ എന്നുള്ള ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് നമുക്ക് ഓർക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓർക്കുവാൻ ഒത്തിരി ഉണ്ട്. ദാവീദിന് എന്ന് കണ്ണടച്ച് കിടന്നാലും ഇന്നലകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ഇന്നലെക്കുറിച്ചുള്ള വേവലാതികൾ ഒത്തിരി ഉണ്ട്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചൊരു അപ്പോസ്തലനായിരുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്. എന്നാൽ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടതയിൽ കൂടെയും വേദനകളിൽ കൂടെയും നഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു ഭക്തനായ മനുഷ്യനാണ് ഇയ്യോബ്. സ്തോത്രം. ഇയ്യോബിനെ കുറിച്ച് അറിയാത്തവരാരും തന്നെ ഇവിടെയില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇയ്യോബിനെ കുറിച്ച് അറിയാത്തവരാരും തന്നെ ഇവിടെയില്ല. ഇയ്യോബിൻ്റെ ജീവിത ചര്യകളെക്കുറിച്ചും ഇയ്യോബിൻ്റെ മക്കളുടെ മരണത്തെക്കുറിച്ചും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്ന ദൈവമക്കളാണ് നമ്മുടെ ദൈവസഭയിലായിരിക്കുന്നത്. എന്നാൽ പണ്ടത്തെ നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കറിയാം, ക്രൈസ്തവ സമൂഹത്ത് ഏറ്റവും നാം പാടി ആരാധിക്കുന്ന മനോഹരമായ ഒരുപാട് പാട്ടുകളുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് ആശയങ്ങളും അർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ 23 വയസ്സുള്ള ഒരു യൗവനക്കാരി യേശുവിനെ അറിയുവാൻ വേണ്ടി ആഗ്രഹിച്ചു. വലിയൊരു കൺവെൻഷന് കടന്നുപോയി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ആ ഭാഗം ഒന്ന് തൊട്ടുപോയി. കൺവെൻഷന് കടന്നുപോയി. യേശുവിൻ്റെ മാഹാത്മ്യത 23 വയസ്സുള്ള നല്ല ചെറുപ്പക്കാരി കേൾക്കുവാനിടയായി. അവൾ ആരും അറിയാതെ ഒറ്റയ്ക്ക് പോയി സ്നാനപ്പെട്ടു. സാമുദായിക ചുറ്റുപാട് നിൽക്കുന്ന അപ്പൻ ഇതറിഞ്ഞു, അമ്മ ഇതറിഞ്ഞു, സഹോദരങ്ങളൊക്കെ ഇതറിഞ്ഞു. അവൾ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ, സ്തോത്രം, നന്നായി അവളെ ഉപദ്രവിച്ചു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇന്നത്തെ പോലെയല്ല. പണ്ട് അറയും നിലയുമുള്ള വീടുകളും തറവാട് പോലെയുള്ള വീടുകളും വലിയ പശുക്കളും തൊഴുത്തുകളും അതുപോലെയുള്ള വലിയ വലിയ ക്രമീകരണങ്ങളുള്ള വീടുകളായിരുന്നു. ആ വീട്ടിൽ നിന്നും ഏകയായിട്ട് യേശുവിനെ അറിയുവാൻ വേണ്ടി ഈ മകൾ തീരുമാനിച്ചു. അങ്ങനെ അപ്പൻ ഈ വീട്ടിൽ നിന്ന് ഈ മകളെ ഇറക്കി വിട്ടു. ഓർത്തണം, തൊഴുത്തിനോട് ചേർന്ന് വലിയൊരു കച്ചിത്തുറുമ്പുണ്ട്. ആ കച്ചിത്തുറുമ്പിനകത്ത് എത്ര പേർക്ക് വേണേലും കയറി ഇരിക്കത്തക്ക പോലുള്ള വിശാലമായ അനുഭവമുണ്ട്. നനയത്തൊന്നുമില്ല. അമ്മയോട് പറഞ്ഞു, അവളെ ഇനിയും പെരയ്ക്കകത്ത് കയറ്റരുത്. 23 വയസ്സുള്ള ആ മോളെ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ടും യേശുവിനെ തള്ളിപ്പറയാതെ വിശ്വസിച്ച് യേശുവിനെ ഉള്ളിലൊതുക്കി ഇവൾ ഏകദേശം 5 ദിവസം കച്ചിത്തുറുമ്പിനകത്ത് താമസിച്ചു. കഴിക്കാൻ ആഹാരമില്ല, സ്തോത്രം, കുടിക്കാൻ വെള്ളമില്ല, ധരിക്കാൻ മാറി ഉടുക്കാൻ ഒരു വസ്ത്രമില്ലാതെ ആ കച്ചിത്തുറുമ്പിനകത്തിരുന്നു കൊണ്ട് അവൾ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. ഓർത്തോണം, എന്നാൽ പിതാവ് ബിസിനസ്സുമായി ബന്ധത്തിൽ ചില ആഴ്ചകൾ ഭവനത്തിൽ നിന്ന് മാറി നിന്നു. മാതാവിൻ്റെ കയ്യിലേക്ക്, സ്തോത്രം, അവിടെ ജോലി ചെയ്യുന്ന സെർവൻറ്റിൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പറിൻ കഷ്ണത്തിനകത്ത് അല്പം ചോറ് കൊടുത്ത് മകളുടെ അരികിലേക്ക് വിട്ടു. അരികിലേക്ക് വിട്ടപ്പോൾ വെറും പച്ച ചോറാണ്. അതിലൊന്നും കൂട്ടാനില്ല, കഴിക്കുവാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ. കണ്ണുകൾ നിറഞ്ഞവനായി കണ്ണിൽ നിന്ന് നിറഞ്ഞൊഴുകിയ ആ കണ്ണുനീരിൻ്റെ ഉപ്പ് കൊണ്ട് ആ ചോറിനെ വാരി ഭക്ഷിപ്പാനിടയായി തീർന്നു. എന്നിട്ട്, സ്തോത്രം, ആ കച്ചിത്തുറുമ്പിനകത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സന്നി പാടിയ, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും എല്ലാം പ്രതികൂലമായാലും. ഓർത്തോണം, ജീവിതത്തിൻ്റെ ഓരോ വൈതരണികളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, നമുക്കൊക്കെ ഇന്നലകളിൽ പറയാൻ ഒരുപാട് കാര്യമുണ്ട്. ഓർത്തോണം, അങ്ങനെ വിദേശ രാജ്യത്തേക്ക് അമേരിക്കയിലേക്ക് പോകുവാൻ ഈ അന്നമ്മ മാമൻ, നമുക്കറിയാം അന്നമ്മ മാമൻ എന്ന് പറയുന്ന ഈ സഹോദരിക്ക് ഒരു അവസരം കിട്ടി. അമേരിക്കൻ ഐക്യനാടിൽ പോയി, സ്തോത്രം, അവിടെ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജന്മന അന്ധയായിരുന്ന ഒരു കുട്ടിയെയും കൊണ്ട് ഒരു മാതാമ അവിടെ ആരാധനയിൽ കടന്നു വന്നു.
ആ കുട്ടിക്ക് വേണ്ടി ഈ സഹോദരി പ്രാർത്ഥിച്ച് തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോന്നു. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് വിട്ടു, സ്തോത്രം. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സായിപ്പിൻ്റെ മകൾക്ക്, ആ മാതാമ്മയുടെ മകൾക്ക് കാഴ്ച ലഭിക്കാനിടയായി തന്നു. അങ്ങനെയാണ് ആ പുസ്തകത്തിൽ വായിപ്പാനിടയായി തന്നത്. കാഴ്ച ലഭിച്ചു. പക്ഷേ കേരളത്തിൽ നിന്ന് വന്നൊരു മിഷണറിയാണെന്ന് മാത്രം അറിയാം. അഡ്രസ്സില്ല, വാട്സപ്പ് നമ്പറില്ല, സോഷ്യൽ മീഡിയകളിലൊന്നും ഈ അന്നമാമനെ കുറിച്ച് ഒന്നും അറിയാനില്ല. അവർ കൊണ്ടുവന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വന്നൊരു മിഷണറിയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വന്നൊരു മിഷണറിയാണെന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. ജന്മന അന്ധയായിരുന്ന ആ കുട്ടിക്ക് കണ്ണിന് കാഴ്ച കിട്ടി. എങ്ങനെ ബന്ധപ്പെടണമെന്ന് അറിയത്തില്ല. എന്ത് ചെയ്യുന്നറിയാമോ? ആ മാതാമ അന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ഇന്ദിരാഗാന്ധിക്ക് ഒരു ലെറ്റർ എഴുതി. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: അല്ലയോ ഭവതി, നിങ്ങളുടെ രാജ്യത്തുനിന്ന് ഒരു മിഷണറി ഞങ്ങളുടെ രാജ്യത്ത് വന്നു. കണ്ണ് കാണാത്ത എൻ്റെ കുട്ടിക്ക് ഒരു കണ്ണിന് കാഴ്ച ലഭിച്ചു. അതുകൊണ്ട് ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങേ ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കുകയാ, ആ സ്ത്രീയെ ഞങ്ങൾക്കൊന്ന് കണ്ടുപിടിച്ച് തരാമോ? ഇന്ദിരാഗാന്ധി അത് സൈന്യാധിപന്മാരുടെ കയ്യിലേക്കും അന്നത്തെ ആ അധികാരത്തിൽ നിന്നവരുടെ കയ്യിലേക്കൊക്കെ ആ ലെറ്റർ പാസ് ചെയ്തു. അവർക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ നിന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് പ്രത്യേക നിയോഗിക്കപ്പെട്ട 1-2 സൈന്യാധിപന്മാർ കേരളത്തിൽ ചെന്നു. അങ്ങനെ കുമ്പനാട്ട് ചെന്ന് ഈ അന്നമാമനെ കണ്ടു. സ്തോത്രം. ഓർത്തു നോക്കണം ദൈവസൻ, എനിക്ക് നിങ്ങളോട് അത് ഒരുപാട് കാര്യങ്ങൾ താഴോട്ട് പറയാനുണ്ടെങ്കിലും എനിക്ക് ദൈവസൻ ഒന്നേ പറയാനുള്ളൂ. ഇന്നലകളിൽ ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിച്ചാൽ, ഇന്നും ദൈവം നിന്നെ പുലർത്താൻ ആഗ്രഹിച്ചാൽ, ഒറ്റ കാര്യം ആത്മാവിൽ ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നമുക്കൊരു കാലമുണ്ട് ഓർക്കാൻ. ഇന്നലകളിലേക്ക് ഒരു കാലമുണ്ട്. കഷ്ടതകൾ അനുഭവിച്ച പ്രിയപ്പെട്ടവരെ, വേദനകൾ അനുഭവിച്ച പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇങ്ങനെയല്ലേ പാടുന്നത്? ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാം പ്രതികൂലമായാലും, ആ കച്ചിത്തുറുമിനിടയ്ക്കൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ വിശാലമായ ഭവനമാ. ഓടിച്ചാടി കളിച്ചു നടക്കുന്ന പേരക്കുട്ടികൾ പാർക്കുന്ന ഭവനത്തിലേക്ക് കയറുവാൻ ഭയപ്പെട്ടുകൊണ്ട് അതിനിടയിൽ ഇരുന്നു കൊണ്ട് പാടിയ പാട്ടാ, എഴുതിയ പാട്ടാ യേശുക്കകത്തിരുന്ന് ഞാനും നിങ്ങളും പാടുന്നത്. സ്തോത്രം. ഒരു കാര്യം ദൈവമക്കൾ ഓർത്തണം, ഇന്നലകളിലേക്ക് ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, വേദനകൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഓർത്തോണം, ദൈവം ഒരു മനുഷ്യനെ ദൃഷ്ടി വെച്ചാൽ ലോകത്തിന് ഒരു വ്യക്തിക്കും അവരെ തകർക്കാൻ കഴിയത്തില്ല. ദൈവം ദൃഷ്ടി വെച്ചൊരു മനുഷ്യനുണ്ട്. ദൈവം ദൃഷ്ടി വെച്ചൊരു മനുഷ്യനെ പിശാചും ദൃഷ്ടി വെച്ചു. നമുക്കൊന്ന് വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. യഹോവ സാത്താനോട് ഓർത്തു നോക്കണം, സർവശക്തനായ ദൈവം ഒരു പ്രാർത്ഥനാ മനുഷ്യനെ കുറിച്ച്, ഒരു വിശ്വാസ വീരനെ കുറിച്ച് പറയുന്ന ഒരു ടെസ്റ്റുമണിയാണ് നാം ഇവിടെ വായിപ്പാനിടയാത്ത. അവനെ പോലെ നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനും നേരുള്ളവനും വേറൊരു മനുഷ്യനില്ല. ഞാൻ ഈ ഭാഗം വായിച്ച് കരഞ്ഞു പോയൊരു ഭാഗമുണ്ട് ദേവദാസനെ. ഞാൻ ഈ സെമിനാരി ജീവിതത്തിൽ ആയിരുന്ന സമയത്തും എൻ്റെ ഈ സഭയുടെ ഇടയ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിലും ഇയ്യോബിന്റെ ഭാര്യയെക്കുറിച്ചൊക്കെ ഞാൻ വളരെ നെഗറ്റീവായി പ്രസംഗിച്ച ഒരു വ്യക്തിയാണ്. മോശപ്പെട്ട ഒരു സ്ത്രീ, യേശുവിന് ദൈവത്തെ തള്ളി പറഞ്ഞ് മരിച്ചു കളക, ഭർത്താവിന്റെ മരണം കാണാൻ ആഗ്രഹിച്ച സ്ത്രീ, അവിശ്വാസമുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്നെ പരിശുദ്ധാത്മാവ് നിർത്തി ചിന്തിപ്പിച്ച 1-2 കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി എവിടെ ചെന്നാലും ഈ സഹോദരിയെക്കുറിച്ച് ഞാൻ മോശമായി പ്രസംഗിക്കത്തില്ല. മോശമായെന്ന് പറഞ്ഞാൽ നെഗറ്റീവായി പ്രസംഗിക്കത്തില്ല. എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ, എൻ്റെ ആഗ്രഹം പറഞ്ഞാൽ, ഇയ്യോബിനേക്കാൾ വിശ്വാസമുള്ളവനായിരുന്നു ഇയ്യോബിൻ്റെ ഭാര്യ. വചനത്തിൽ തെളിവാണ്. സ്തോത്രം. ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനെ തള്ളിപ്പറഞ്ഞു, മരിച്ചു കളയുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ഓർത്തോണം, ഒരു വലിയ കാറ്റടിച്ചു, ഇയ്യോബിന്റെ വീട് നിലംപരിചായി. 10 മക്കളും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. 10 മക്കളെ ജനിപ്പിച്ച മാതാവ് ഹൃദയവേദനയോടെ, വിറയ്ക്കുന്ന ശരീരത്തോടെ കണ്ണുകളെ തിരുമ്മി 10 മക്കളുടെ കണ്ണുകൾ അടച്ചപ്പോഴും ഈ സഹോദരി എതിർത്തൊന്നും പറഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു പനി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു മാതാവെ നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? എന്നാൽ ഓർത്തോണം, 10 മക്കളെ 9 മാസം ചുമന്ന് പ്രസവിച്ച മാതാവ് മൂത്ത മകന്റെ കണ്ണുകൾ തിരുമ്മി അടച്ച് അവന്റെ മുഖത്തേക്ക് വെള്ളത്തുണി വലിച്ചിട്ടു. രണ്ടാമത്തവന്റെ കണ്ണുകൾ തിരുമ്മി അടച്ച് വെള്ളത്തുണി മടക്കിയിട്ടു. ഇങ്ങനെ 10 കുട്ടികളെയും കണ്ണുമൂടി മടിയിലേക്ക് എടുത്തു വെച്ച് അലറിക്കരഞ്ഞൊരു സ്ത്രീയാണ് ഇയ്യോബിന്റെ ഭാര്യ. എന്നിട്ടും ഈ സ്ത്രീ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, ഇയ്യോബിനെ തള്ളിപ്പറഞ്ഞില്ല.
പക്ഷെ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ച കേൾക്കണോ? കൂട്ടായി കൊടുത്ത ദാസൻ അവസാനം മരണം വരെ കൂടെ കാണാമെന്ന് പറഞ്ഞ് കൈപിടിച്ചിറങ്ങി തിരിച്ച മനുഷ്യന്റെ ശരീരത്തെ ഓരോ തൊക്കുകൾ അടർന്നടർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. ചൊറിയുമ്പോൾ നഖത്തിനിടയ്ക്ക് മാംസ കഷ്ണങ്ങൾ പിഴുതിരുന്നു. മൂക്കിൽ കൂടെയും കണ്ണിൽ കൂടെയും സ്തോത്രം ഹല്ലേലൂയ നാഡീ നരമ്പുകളിൽ കൂടെ ഒക്കെ പുഴു ഇങ്ങനെ ഞുളയ്ക്കുന്നത് കണ്ടപ്പോൾ ഈ സ്ത്രീ യോബിനോട് പറയുക, എൻ്റെ 10 കുഞ്ഞുങ്ങൾ മരിച്ചിട്ടും നിങ്ങളെയോ ദൈവത്തെ ഞാൻ തള്ളിപ്പറഞ്ഞില്ല, പക്ഷേ നിങ്ങളുടെ ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് താങ്ങും തണലുമായി ദൈവം തന്ന എൻ്റെ ഭർത്താവിൻ്റെ വേദന, എനിക്ക് താങ്ങും തണലുമായി മരണം വരെ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവിൻ്റെ ഈ തകർന്ന് തരിപ്പണമായ വേദന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുക, ഇനിയും എന്തിനീ വിശ്വാസം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു? ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി മരിച്ചു കളക. പറയുന്നതിന് അർത്ഥം ഇതാ, ചാകാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല, കാണാൻ കഴിയാത്ത അവസ്ഥ. നമ്മളും ആഗ്രഹിച്ചു പോകത്തില്ലേ? വളരെ ദുർഗന്ധം വമിക്കുക ശരീരത്തിൽ നിന്ന്, പഴുപ്പ് ഒഴുകി ഇറങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ 10 മക്കൾ പോയിട്ടും എനിക്ക് ഭാരമില്ലായിരുന്നു. കാരണം വീണ്ടും തരാൻ കഴിവുള്ള ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളൂടെ പോയാൽ എൻ്റെ അവസ്ഥ എന്താ? പിടികിട്ടുന്നുണ്ടോ? ദൂത് പിടികിട്ടുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, നമ്മളെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ പറയുന്ന സാക്ഷ്യമാണ് ഏറ്റവും വലുത്. നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയണം, എൻ്റെ പപ്പ ഒരു പ്രാർത്ഥിക്കുന്ന പപ്പയായിരുന്നു, എൻ്റെ മമ്മി ഒരു കരയുന്ന മാതാവായിരുന്നു. ഇവിടെ കണ്ടോ, ഇയ്യോബിന്റെ മക്കൾ പറയും, എൻ്റെ അപ്പൻ ഒരു വിശ്വാസവീരനായിരുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവദാസന്മാരോട്, ദൈവമക്കളോട്, പ്രസംഗിക്കുന്ന എന്നോടുൾപ്പെടെ ദൈവാത്മാവ് ഇന്ന് പറയുക, നിന്റെ വീട്ടിൽ നിനക്കുള്ള വിലയെന്നാ? സ്ത്രീ പറയുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയല്ല വായിച്ചേ? ആ വിശ്വാസം മുറുകെ പിടിക്കുന്ന എപ്പം കണ്ടതാ ഈ വിശ്വാസം? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പം കണ്ട വിശ്വാസമാണെന്നറിയാമോ? കല്യാണ വേദിയിലേക്ക് എൻഗേജ്മെന്റ് സമയത്ത് വധൂവരന്മാര് തമ്മിൽ കൈ കൊടുത്ത് പരസ്പരം കണ്ടുമുട്ടി, വീണ്ടും വിവാഹ സമയത്ത് കൈയിലേക്ക് പിടിച്ച് ഉഭയസമ്മതം ചെയ്തുകൊണ്ട് ദൈവദാസന്മാർ അനുഗ്രഹിച്ച് വിട്ട നിമിഷം മുതൽ ഞാൻ നിന്റെ അകത്തൊരു വിശ്വാസം കണ്ടതാ. 10 മക്കളായിട്ടും ആ വിശ്വാസത്തിന് കുറവൊന്നുമില്ല. 10 മക്കൾ കുറഞ്ഞ 2 വയസ്സ് വരെ ഇളയത് മൂത്തതുമായിട്ട് പിടിച്ചു നോക്കിയാൽ എത്ര വർഷമായി കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ 6 മാസം കഴിയുമ്പോഴേ തലേ കൈവെക്കും. ഈ മനുഷ്യൻ്റെ കൂടെയുള്ള ജീവിതം, ഇവിടെ ജീവിതം, ഇവിടെ നോക്കിക്കോണേ. 10 മക്കള് ജനിച്ച് വീഴുമ്പോൾ തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള സ്ത്രീയുടെ മഹത്വം. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യ മാത്രമല്ല പറയുന്നത്, കുഞ്ഞുങ്ങൾ മാത്രമല്ല പറയുന്നത്, സർവശക്തനായ ദൈവവും പറയുക, അവനൊരു നിഷ്കളങ്കനാ കേട്ടോ. അവൻ ദോഷം വിട്ടകന്നവനാ, അവൻ ഗുണം ചെയ്യുന്നവനാ, അവൻ നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾക്ക് പറയാൻ എന്താ ഉള്ളത്? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസിമാരോട് ഞാൻ ചോദിക്കാം, അവൻ നിഷ്കളങ്കനാ, അവൻ പ്രാർത്ഥിക്കുന്നവനാ. കുഞ്ഞുങ്ങളെ സ്തോത്രം ഹല്ലേലൂയ, മാതാ സഹോദരങ്ങളെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് പറയുന്ന ടെസ്റ്റ് മണി എന്നാ? ഇവിടെ ഈ സ്ത്രീ 10 മക്കളും അടുക്കി കിടത്തി അവരുടെ മുഖത്തേക്ക് ഓരോ ചുംബനങ്ങൾ ചുംബിക്കുമ്പോഴും, മൂത്ത മകനെ എടുത്തു വാരിപ്പുണർന്ന് കവിളിലേക്ക് ചൂട് ചുംബനം കൊടുക്കുമ്പോഴും അപ്പുറത്ത് മാറിയിരുന്ന് സ്തോത്രം ചൊറിയുന്ന മനുഷ്യനെ, ഓട്ടും കഷ്ണം കൊണ്ട് ചൊറിയുന്ന മനുഷ്യനോട് പറയുക, ഇതെങ്ങനെ സഹിക്കാം? നിങ്ങളുടെ ഈ കഷ്ടപ്പാട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു തീരുമാനമെടുത്തു, ഇനി മുതൽ അവളെ കുറിച്ച് നല്ലതേ പ്രസംഗിക്കും. ശരിയല്ലേ ശരിയല്ലേ? വേറെ ചിന്തിക്കേണ്ടേ അല്ലേ? ആ സ്ത്രീ 10 മക്കൾ മരിച്ചപ്പോഴും പുരുവൃത്തതായി വചനം പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ കഷ്ടപ്പാടും ഈ ചൊറിച്ചിലും ഈ രക്തവും ചലവും എല്ലാം ഒരുപോലെ ഇളകുക, ഇരിക്കാൻ പറ്റുന്നില്ല, ബോഡി ഫുള്ള് പരുവാ, കഴിക്കാൻ ആഹാരം ഇങ്ങനെ കൈ മടങ്ങുന്നില്ല. എൻ്റെ ദൈവമേ, എനിക്ക് ദൈവം തന്ന ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയല്ലോ, നിങ്ങളങ്ങ് മരിച്ചു, എനിക്കിത് കാണാൻ വയ്യ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് ഹൃദയവേദനയോടെ ഒരിടയൻ എന്നുള്ള നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ പറയാം, നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ളവർക്ക് വിലയുള്ളവരായി മാറിക്കണം കേട്ടോ. മറ്റുള്ളവർക്ക് വിലയുള്ളവരായി മാറിക്കണം. നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലെങ്കിലും സാക്ഷ്യമുള്ളവരായി മാറണം. സ്തോത്രം. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു.
അത് ഇയ്യോബിന്റെ അവസ്ഥയുമായി നമുക്ക് നോക്കിക്കേ. ഇയ്യോബിന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. വലിയ കാറ്റടിച്ചു, വീട് പോയി, കാറ്റടിച്ചു, കൽദേരെല്ലാം കൂടെ വന്ന് ഇയ്യോബിന്റെ ആടുകളെല്ലാം വീട്ടിക്കൊണ്ട് പോയി. കാറ്റിന് ഭയങ്കര പേടിയായിരുന്നു ഇയ്യോബിന് കേട്ടോ. ഒരു കാറ്റടിക്കുന്ന ഉടനെ എന്താണെന്ന് പറയുക, അടുത്ത കാറ്റ് വരുമ്പോഴേ ഈ ഓട്ടും കഷ്ണം ഒന്ന് ചേർത്ത് പിടിക്കും പാസ്റ്റർ. കാരണം എന്നാ, ഇതൂടെ പോയാൽ എനിക്ക് വേറെ ആശ്രയം ഇല്ല. ഈ ഓട്ടും വലിയ കാറ്റടിക്കുമ്പോൾ ചൊറിയുന്ന ഓട്ടും കഷ്ണം നെഞ്ചോട് ചേർത്ത് പിടിക്കും. കാരണം ഇതൂടെ എന്നിൽ നിന്ന് പറന്നു പോയാൽ, ഇന്ന് പകൽക്കാലം പറയാം, ഏത് കാറ്റടിച്ച് ഇയ്യോബിന്റെ നന്മ നഷ്ടപ്പെട്ടോ, പിന്നീട് ഒരു കാറ്റ് വന്നു, ആ കാറ്റിൽ ദൈവം ഉണ്ടായി. ഇന്ന് പകൽ ഓർത്തോണം, ഏത് കാറ്റാണ് നിന്റെ നന്മ നഷ്ടപ്പെടുത്തിയത്, ഏത് അനുഭവമാണ് നിന്റെ സന്തോഷം കെടുത്തിയത്, ഏത് കാറ്റാണ് നിന്റെ ജോലി നഷ്ടപ്പെടുത്തിയത്, ഏത് കാറ്റാണ് നിന്നെ പിന്മാറ്റ ജീവിതത്തിലേക്ക് കൊണ്ടുപോയത്, ഓർത്തോണം, ഇനി ഒരു കാറ്റ് വീശും. ആ കാറ്റിൽ ദൈവശബ്ദമുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. നമുക്കൊന്ന് നന്നാകണ്ടേ, നമ്മുടെ കുടുംബം ഒന്ന് മാനിക്കപ്പെടണ്ടേ, നമ്മുടെ സഭയിലുള്ളവരൊക്കെ ഒന്ന് മാനിക്കപ്പെടണ്ടേ, സഭയിലുള്ളവരൊക്കെ ഒന്ന് സന്തോഷത്തോടെ കയറി വരണ്ടേ. ഇന്ന് പകൽക്കാലം നമുക്കത് വിശ്വസിക്കാൻ കഴിയണം. ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാ, ദൈവം നമ്മളെ കരുതുന്ന ദൈവമാ. ഇന്ന് വരെ മുൻപോട്ട് പോയത്, ഇന്ന് വരെ മുൻപോട്ട് ജീവിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. 1-ാം അധ്യായം 10-ാമത്തെ. എന്തുകൊണ്ടാണ് ഇയ്യോബ് വിശ്വാസത്തിൽ പിടിച്ചു നിന്നത്? 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ കണ്ടോ, ഇയ്യോബ് പറയുക, ഇയ്യോബിനോട് ദൈവം, പിശാചിനോട് ദൈവം പറയുക, പിശാച് ദൈവത്തോട് പറയുക, എനിക്ക് അവനെ തൊടാൻ പറ്റുന്നില്ല. കാരണം എന്നാ, 4 വേലി ഞാൻ അവിടെ കാണുക. ഒന്ന്, നീ അവന് വേലി കെട്ടിയിരിക്കുക. അവന് വേലി കെട്ടിയിരിക്കുന്ന പറയാൻ കാരണം, ആ വേലി പൊളിക്കണമെങ്കിൽ ദൈവം അറിയണം. ശ്രദ്ധിച്ചോണേ, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും ദൈവം ഒരു സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. പണ്ടത്തെ നാളുകളെ ഓർക്കണമെങ്കിൽ ഇന്ന് ദൈവ സംരക്ഷണത്തിന്റെ കീഴിൽ. 1, പിശാച് പറയുക, നീ അവന് വേലി കെട്ടിയിരിക്കുന്നു. 2 പറയുക, അവന്റെ വീടിന് നീ എന്ത് ചെയ്തിരിക്കുക? വേലി കെട്ടിയിരിക്കുക. 3-ാമത് വായിച്ച ഇങ്ങനെ, സകലത്തിലും വേലി കെട്ടിയിരിക്കുക. പിന്നെ അതിന്റെ 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. സോറി, 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അപ്പൊ 4-ാമത്തെ വേലി ഏതാണെന്നറിയാമോ? അവന്റെ ജീവനെ പോലും തൊടാൻ പറ്റാത്ത വിധം ദൈവം ഒരു വേലി കെട്ടി. 1, അവനൊരു വേലി. 2, അവന്റെ വീടിനൊരു വേലി. 3, അവന്റെ സകലത്തിനും വേലി. 4-ാമതായ ഒരു വേലിയുടെ കാണുകയാ, അവന്റെ പ്രാണന് ചുറ്റും വേലി. പിന്നെ നമുക്ക് എന്നാ ദൈവത്തെ ആരാധിച്ചാൽ കുഴപ്പം? ഈ മേഖലകളെല്ലാം കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായി ഉഴപ്പുന്നത്? പിന്നെ നമ്മൾ എന്തിനായി മാറി നിൽക്കുന്നത്? പിന്നെ നമ്മൾ എന്തിനായി മുൻപോട്ട് വരാതിരിക്കുന്നത്? നിങ്ങൾക്ക് ഏത് കഴിവുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് അവരവർക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏത് കഴിവുണ്ടെന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തോ കഴിവാണ് ഉള്ളതെന്നുള്ളത്. സഹോദരന്മാർക്കറിയാം ഏത് കഴിവാണ് ഉള്ളതെന്ന്. അത് കർത്താവിന് വേണ്ടി അങ്ങ് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ഇവിടെ കയറി നിന്നാലോ, തീപ്പൊരിയാ. ഒരവസരം കിട്ടിയാലോ തീപ്പൊരി മാറും. പക്ഷെ ദൈവസന്നിധി വന്ന് ഇരുന്ന് ഏത് മേഖലയിൽ നിങ്ങൾ കടന്നു പോയിക്കോ, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ, ലേഡീസ് മീറ്റിംഗ് സൂക്ഷിക്കുന്നവർ, ലീഡ് ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കാറില്ലേ? സഹോദരങ്ങൾ, ദൈവദാസന്മാരായ ഞങ്ങൾ അത് പ്രോപ്പർ സെറ്റ് ആക്കാറില്ലേ? പക്ഷെ എന്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ അത് വെളിപ്പെടാത്തത്? പാടാൻ കഴിവുള്ളവർ പാട്ടിൽ കയറി വരിക, കണ്ണുകളടച്ച് കരയാൻ കൃപയുള്ളവർ കണ്ണുനീരോടെ ദൈവത്തിൽ പ്രാർത്ഥിക്കുക, കൈയടിക്കാൻ കൃപ ലഭിച്ചവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക, ശബ്ദമുണ്ടാക്കി ദൈവത്തെ ശബ്ദമുയർത്തി പാടാൻ കഴിവുള്ളവർ അങ്ങനെ പാടുക. കാരണം എന്നാണെന്നറിയാമോ? ഇതൊക്കെ തീരാൻ സമയമായി കേട്ടോ, എല്ലാം തീരാൻ സമയമായി. ജീവിക്കുന്ന കർത്താവിന് വേണ്ടി ജീവിച്ചേ. ഇവിടെ ഈ സ്ത്രീ പറയുക, അവൻ നല്ലവനായിരുന്നു കേട്ടോ. എന്നെ എനിക്ക് ഒത്തിരി സ്വാധീനിച്ചു. എൻ്റെ ഭാര്യ എന്നെ കുറിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ശരിക്കണ്ട, നിങ്ങളെക്കുറിച്ചും പറയത്തില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയത്തില്ല. ഇതൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കും. ഭയങ്കര ബഹുമാന സ്നേഹമാണ്. പക്ഷേ ഇയ്യോബിന്റെ ഭാര്യ പറയുന്നതുകൊണ്ട് എൻ്റെ അച്ചായൻ ഒരു നിഷ്കളങ്കനായിരുന്നു.
ദോഷം വിട്ടകന്നവനായിരുന്നു, ഗുണം ചെയ്യുന്നവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. ഭാര്യ മാത്രമല്ല, വിശ്വാസം പിടിച്ചു നിന്നവനാ. ഒരു ദൈവവും പറയുക, അവനെ പോലൊരു ഭക്തൻ വേറെ ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് പറയണം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, എൻ്റെ പപ്പ. എപ്പോഴാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നത്? എപ്പോഴാണ് നിതീഷ് ഭായി നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നത്? എപ്പോഴാണ്? പറയാമെങ്കിൽ സമ്മാനമുണ്ട്. എപ്പോഴാ? തീർന്നു കഴിയുമ്പോഴേ പറയത്തുള്ളൂ, അല്ലേ? ഒന്ന് മരിക്കട്ടെ വാസേ, എന്തായിരിക്കും മനുഷ്യവാദനത്തിൽ പറയുന്നത്? എന്ത് കഷ്ടപ്പെട്ടവനാ, വെയിലും കൊണ്ടങ്ങ് കറുത്ത്, ജോലിക്ക് പോയാൽ കറുത്ത് കഷ്ടപ്പെട്ട ജീവിച്ചവനാ. ജീവിച്ചിരിക്കുമ്പോഴോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയുക, മരിച്ചു കഴിയുമ്പോൾ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ ഒത്തിരി പേര് കാണും. ജീവിച്ചിരിക്കുമ്പോൾ എന്താ നമ്മളെ കുറിച്ച് പറയുന്നത്? എന്നാൽ ഇന്ന് പകൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്നപ്പോഴുള്ള ടെസ്റ്റിമോണിയായത്, മരിച്ചു കഴിഞ്ഞപ്പോഴല്ല. ഇയ്യോബിന്റെ മരണം ഭയങ്കരമാണ്. അവസാന വാക്യം ഒന്ന് വായിച്ചേ. അവൻ കാലസമ്പൂർണനായി മരിച്ചെന്നാ പറയുന്നത്. മക്കളെല്ലാം 10 മക്കളും തിരിച്ചു കൊടുത്തു. 10 മക്കളും സൗന്ദര്യമുള്ളവരായി മാറി. എന്നിട്ട് അവസാനം കൊടുത്തിരിക്കുക, ഇയ്യോബ് കാലസമ്പൂർണനായി മരിച്ചു. പല കാറ്റുകൾ വീശി ഇവനെ കൊന്നുകളയാൻ, പല സംഹാരകൻ വന്നു ഇവനെ കൊന്നുകളയാൻ, പിശാച് പലതും വന്ന് പറഞ്ഞു തീർത്ത് കളയാൻ. എന്നിട്ടും എൻ്റെ ദൈവം അവനെ ദൃഷ്ടി വെച്ചത് കൊണ്ട് അവൻ പറയുക, അവൻ കാലസമ്പൂർണനായിട്ടേ മരിക്കത്തുള്ളൂ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ കരുതുന്ന, എന്നെ ബഹുമാനിക്കുന്ന, എന്നെ പുലർത്തുന്ന ദൈവവും നിങ്ങളെ ഉദ്ദേശിച്ച് ഞാൻ പറയുക, ഈ ദിവസങ്ങളിൽ നമുക്ക് അല്പം കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാം. നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥന ഒന്ന് വർദ്ധിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർത്തോണം, കുറവുകൾ പറയുന്ന അനുഭവങ്ങൾ മാറ്റിക്കേ, മറ്റുള്ളവരെ കൊച്ചാക്കി പറയുന്ന വാക്കുകൾ മാറ്റിക്കേ. ദൈവസന നീതിയോടെ പറ, അവൻ നല്ലവനാ, അവൻ നല്ലവനാന്നേ, ദൈവം സ്നേഹിക്കുന്നവനാ. പിശാച് പറയുന്നത് കണ്ടോ, അവനെ പോലെ ഭക്തിയുള്ള വേറെ ഒരുത്തരില്ല, അവൻ ഭക്തനാ. നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ട് എന്നോട് പോയി പറയുക, ചെന്ന് അവനെ നോക്കാം. ഉടനെ പിശാചിന്റെ അടുത്ത തന്ത്രമാണ്, നീ അവൻ്റെ നന്മ ഒന്ന് കളഞ്ഞു നോക്കിക്കേ. അവൻ ചിലപ്പോൾ നന്മയെ കെട്ടിപ്പിടിച്ച് ആ ജോലി ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെ ഒരു വചനമില്ലേ? ജോലി ഉള്ളത് കൊണ്ട്, അത് ജോലി ഉള്ളത് കൊണ്ടെന്നല്ല. 2-ാം അധ്യായം അതിൻ്റെ വായിച്ച റെഫറൻസ് പറഞ്ഞ ഒരു 1:11 എടുത്തു. വായിച്ചു. ഉടനെ ഈ പിശാച് പറയുക, അവനെ തള്ളിപ്പറയാത്തതിന്റെ കാരണം എന്നാണെന്നറിയാം, അവന് കാറുള്ളത് കൊണ്ടാണ്. അവൻ തള്ളിപ്പറയാത്തതിന്റെ കാരണം എന്നാണെന്നറിയാം, അവനൊരു ഫ്ലാറ്റ് ഉള്ളത് കൊണ്ടാണ്. അവൻ തള്ളിപ്പറയാത്തതിന്റെ കാരണം എന്നാണെന്നറിയാം, നല്ലൊരു ജോലി ഉള്ളത് കൊണ്ടാണ്. നീ അത് ഓരോന്നോരോന്ന് കളയാമോ? ദൈവം പറഞ്ഞ എന്നാന്നറിയാം, പിശാച്, എൻ്റെ കുഞ്ഞ് ജോലി നഷ്ടപ്പെട്ടാലും എന്നെ തള്ളിപ്പറയത്തില്ല, എൻ്റെ കുഞ്ഞ് വീട് നഷ്ടപ്പെട്ടാലും തള്ളിപ്പറയത്തില്ല, എൻ്റെ കുഞ്ഞ് കാറ് പോയാലും തള്ളിപ്പറയത്തില്ല. കാരണം അവൻ ദൈവഭക്തനാണ്. ദൈവം ഓരോന്ന് കളഞ്ഞു കേട്ടോ. അവൻ അത്ര ആടുകളൊക്കെ ഉള്ളത് കൊണ്ടാ അവൻ നിന്നെ ആരാധിക്കുന്നത്. പിശാച് പറഞ്ഞതാ. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? വലിയൊരു കാറ്റടിപ്പിച്ചു, കഴുതേരെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് ഈ പാവപ്പെട്ടവന്റെ ആടുകളെ മുഴുവൻ കൊന്നുകളഞ്ഞു. ഇയ്യോബ് എന്ത് ചെയ്യുന്നറിയാമോ? ദോഷത്താൽ ദൈവത്തോട് സംസാരിച്ചില്ല. 2 ആൺമക്കൾ, ഇത്ര 8 ആണും 2 പെണ്ണും ഒക്കെ ഉള്ളത് കൊണ്ടാ, 3 ആണും 7 മക്കൾ ആൺപിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടാ ഇവനൊന്നും നേരെ നിന്ന് പറയാത്തത്. പിശാച് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞില്ല, അവന്റെ കുഞ്ഞുങ്ങളെ ഞാൻ മാറ്റിത്തരാം. അവൻ തള്ളിപ്പറയത്തില്ല. 10 എണ്ണത്തിനെയും കൊന്നു, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അവൻ ഈ മാളിക വീടുള്ളത് കൊണ്ടാ, ഈ ഫ്ലാറ്റ് ഉള്ളത് കൊണ്ടാ അവൻ തള്ളിപ്പറഞ്ഞു. ദൈവം എന്തെന്നറിയാമോ? ഒരു കാറ്റടിപ്പിച്ചു, വീട് തകർത്ത് കളഞ്ഞു. എന്നിട്ടും ഇയ്യോബ് ദോഷങ്ങളാൽ ദൈവത്തോട് പാപം ചെയ്തില്ല. നമ്മളൊക്കെ എന്തുണ്ട്? നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹൃദയം തുറന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, ആത്മാർത്ഥതയോടെയാണോ ദൈവത്തെ ആരാധിക്കുന്നത്? മനസ്സ് തുറന്നാണോ? ഭയത്തോടെയാണോ? ദൈവസന് ഞാൻ പറയാം, ജീവിതത്തിൽ ഇയ്യോബിന്റെ എല്ലാം നഷ്ടപ്പെട്ടു. 10 മക്കളും വീടും എല്ലാം പോയി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, ആടുമാടുകളെല്ലാം നഷ്ടപ്പെട്ടു കേട്ടോ. വർഷങ്ങൾ കഴിഞ്ഞു, സ്തോത്രം. അതേ പട്ടണത്തിൽ അതുപോലെ തന്നെ വേറെ ഒരു കാറ്റടിപ്പിച്ചു. ദൈവം ഇയ്യോബിന് നന്മകൾ കൊടുത്തു. 10 മക്കളെയും ദൈവം മടക്കി കൊടുത്തു. 10 മക്കളും വീണ്ടും മടക്കി കൊടുത്തു. ഓർത്തേ, വീട് പിന്നെയും കെട്ടിപ്പൊക്കാം. ആ ആരോഗ്യത്തിലും ആ പ്രായത്തിലും
അതിനെക്കാട്ടിൽ ആരോഗ്യവും സൗന്ദര്യമുള്ള 10 എണ്ണത്തിന് പിന്നെയും കൊടുത്തു. ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ കട്ടപ്പാട് നമുക്കറിയാം. 20 മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീ. കാറ്റത്ത് പറന്ന് വന്നതല്ല ഇയ്യോബിന്റെ അവസാനത്തെ 10 മക്കള് ദൈവം കൊടുത്തതാ. ഈ ഒറ്റപ്പെട്ട സ്ത്രീ, ഈ കരഞ്ഞ് കലങ്ങിയ സ്ത്രീ, സ്തോത്രം, വീണ്ടും പ്രസവിക്കാൻ തുടങ്ങി. വീണ്ടും അവൾക്ക് ആരോഗ്യം കൊടുത്തു. കാരണം എന്നാണെന്നറിയാമോ വീണ്ടും ആരോഗ്യം കൊടുത്തത്? 10 എണ്ണം പോയിട്ടും ദൈവത്തോട് അവൾ മറുതലിച്ചില്ല. ഇന്ന് പകൽ ഞാൻ പറയാം, നീ പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരുന്നാൽ നിന്റെ ആരോഗ്യത്തെ ദൈവം നോക്കിക്കോളും. സഹോദരിമാരോടുള്ള ദൂത കേട്ടോ, ഇന്ന് പകൽക്കാലം ദൈവത്തെ ആത്മാർത്ഥതയോടെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തെ ദൈവം ബിൽഡ് ചെയ്യുന്നത്. 10 പേരെ പിന്നെയും പ്രസവിച്ചു. വചനം പറയുക, ഇയ്യോബിന്റെ 10 മക്കളെ പോലെ സൗന്ദര്യമുള്ള വേറെ ഒറ്റ ഒരെണ്ണം ദേശത്തില്ല. ഇയ്യോബിന്റെ 3 പിള്ളേരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞു, പെൺപിള്ളേരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, ആൺപിള്ളേർ 7 പേര് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, സ്തോത്രം, ആരായാലും നോക്കിപ്പോവും. കാരണം എന്നാ, ഇത് എവിടുന്ന് വന്നു? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇവരുടെ ഇത്. ആരോഗ്യമുള്ള 7 ആണുങ്ങളും 3 പെൺപിള്ളേരും ഓടിക്കൂടെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോൾ അവിടെ നിന്നവരെല്ലാം പറയുക, അതാ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ്റെ മക്കളാ. ജീവിതത്തിൽ പരുവ് വന്ന് തകർന്നു പോയെന്ന് ചിന്തിച്ച് വീടും കൂടും കൂടപ്പറപ്പും കൂട്ടുകാരും എല്ലാം പോയവൻ്റെ മക്കളാ പോന്നെ. അവനെ പോലെ സൗന്ദര്യമുള്ളവർ, ആ 10 മക്കളെ പോലെ സൗന്ദര്യമുള്ളവർ ഈ ദേശത്ത് വേറെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നീ ദൈവത്തെ ആത്മാർത്ഥതയോടെ വിളിച്ചാൽ നിന്റെ സൗന്ദര്യം ദൈവം കൂട്ടുമെന്ന്. ദൈവം കൂട്ടും. അത് നമ്മൾ പുട്ടിയൊന്നും അടിക്കാൻ നിൽക്കണ്ട. കർത്താവിനെ മഹത്വത്തോടെ ഹൃദയം തുറന്ന് ആരാധിച്ചാൽ മതി. ദൈവ സൗന്ദര്യം കൂട്ടും. ദൈവ സൗന്ദര്യം കൂട്ടും. അതോർത്തല്ല ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം ജീവിതത്തിൽ ദൈവം തന്ന നന്മകളൊക്കെ എന്തെല്ലാമാണ്. ഒന്നോടെ ഓരോന്ന് വിചിന്തനം ചെയ്ത്, ദൈവമേ, പണ്ടത്തെ നാളുകളെ ഞാൻ ഓർത്തു പോവുകയാണ്. സ്തോത്രം, ഞാനിവിടെ വന്ന കാലവും ഇന്നിവിടെ നിൽക്കുന്ന കാലവും ഞാൻ ഓർത്തു പോവുകയാണ്. അത് വീണ്ടും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചേർന്നിരിക്കുന്നവരെ, സ്തോത്രം, നിങ്ങൾ വന്ന കാലവും ഇന്നത്തെ കാലവും നോക്ക്. ഇവിടെ ഈ മാറ്റിരിക്കുന്നവരോട് ചോദിക്കട്ടെ, വന്ന കാലവും ഇന്നത്തെ കാലം കൂടെ നോക്കിക്കേ. പറയാ ജീവിതത്തിൽ ഒത്തിരിയില്ലേ, എന്നിട്ടും ഇത്രത്തോളം നിൽക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവം എന്നെ നിർത്തിയത് കൊണ്ടാണ്. ശീമോനോട് പണ്ട് പത്രോസ് ശീമോനോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. ശീമോനെ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് പിശാച് ആലോചന ചോദിച്ചു. പക്ഷേ ഞാൻ നിന്നെ വിട്ടുകൊടുക്കാതിരുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? നിന്റെ വിശ്വാസം പോയി പോകുമല്ലോ എന്നോർത്ത. എന്തൊരു വേടാണ് ശീമോനെ, നിന്റെ വിശ്വാസം പോയി പോകുമല്ലോ എന്നോർത്ത് നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് ചോദിച്ചിട്ട് ഞാൻ നിന്നെ വിട്ടുകൊടുക്കാതിരുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഇയ്യോബിന്റെ അത്രയും വിശ്വാസം നിനക്കില്ല. നമ്മുടെ കഴിവും നമ്മുടെ കഴിവുകേട് നമ്മുടെ കപ്പാസിറ്റിയും ദൈവത്തിനറിയാം. ഇയ്യോബിനെ വിട്ടുകൊടുത്തതിന് കാരണം എന്താണെന്നറിയാമോ? ഇയ്യോബിന്റെ തല മുറിച്ച് മാറ്റി വെച്ചാലും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയത്തില്ലെന്നറിയാം. പക്ഷേ പത്രോസിനെ വിട്ടുകൊടുത്താൽ ഒരു ചെറിയ കാറ്റടിച്ചാലും പത്രോസ് വീണ്ടും പടകും വലയും എടുക്കുമെന്ന് ദൈവത്തിനറിയാം. ഇന്ന് പകൽ ഓർത്തോ, നമ്മളെ നന്നായി അറിയുന്നൊരു കർത്താവ് ഇന്ന് പകലിവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. അവൻ ഭക്തി ഉള്ളവനായിരുന്നു കേട്ടോ. ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നിന്റെ തലമുറയുടെ കണ്ണുകൾ നിറയണം. മരിക്കുമ്പോൾ, പിതാവേ മാതാവേ, നമ്മൾ മരിച്ചു വീഴുമ്പോൾ, നമ്മൾ പെട്ടിയിൽ കിടക്കുമ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ നിറയണം. അല്ല അവർ മാറി തെങ്ങിന് മറിഞ്ഞു പോയി ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. സ്തോത്രം, എൻ്റെ അപ്പം പോയി, എനിക്കിനി അത്താണിയായി വേറെ ആരുമില്ല. സ്തോത്രം, ഇത്ര നാളായി ആഗ്രഹിക്കുന്നു ഇവനൊന്ന് പോകാൻ വേണ്ടി, എന്നാ പോയി കിട്ടിയത് പറയരുത്. മാറി നിന്ന് അവർ കണ്ണുനീരോടെ കരയണം. അവരുടെ ഓരോ ചലനങ്ങൾ, അവരെവിടെ പോയാലും, ലോകരാജ്യങ്ങളിൽ എവിടെ പോയാലും, ഫ്രാൻസിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഐക്യനാട്ടിൽ എവിടെ പോയാലും നിന്റെ കുഞ്ഞിനെ വേലി കെട്ടി സൂക്ഷിക്കുന്നത് ദൈവമാണെന്ന് അവരെ മാതാപിതാക്കൾക്ക് ഉറപ്പ് വേണം കേട്ടോ. കാരണം എന്നാ, നിനക്കൊരു വേലി, നിന്റെ വീടിനൊരു വേലി, നിന്റെ സമ്പത്തിനൊരു വേലി, നിന്റെ പ്രാണനൊരു വേലി. അപ്പോൾ ഈ വീടിന് വേലി ഉള്ളതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ആരൊക്കെയാ? മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഈ വീടിൻ്റെ വേലിക്കകത്തുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഫ്രാൻസിൽ പോയാലും അറ്റ്ലാന്റിൽ പോയാലും എന്ത് ചെയ്യുന്നറിയാമോ? അവരെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. കാരണം എന്നാ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് ദൈവം വേലി കെട്ടിയ കൂട്ടത്തിൽ നമ്മുടെ തലമുറയുണ്ടെന്ന്. അവർക്കൊരു പക്ഷേ
വിശ്വാസത്തിന് ആഴം അറിയത്തില്ലായിരിക്കാം, വചനത്തിൻ്റെ മർമ്മം അറിയത്തില്ലായിരിക്കാം, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഏകാഗ്രത കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ നിനക്ക് ചുറ്റുമുള്ള വേലിയുണ്ടല്ലോ, അത് അവിടെയും കൂടെ എഫക്റ്റ് ചെയ്യും. വേലി ഭയങ്കരമാണ്. ഒരു ചുറ്റുമല്ല വേലി കെട്ടുന്നത്, എത്രയോ ഏക്കറുണ്ടോ അത്രത്തോളം ഏക്കറിൽ വേലി കെട്ടും. അതിനകത്തുള്ളതാണ് നമ്മുടെ കുടുംബം, അതിനകത്തുള്ളതാണ് നമ്മുടെ ഈ സഭ കേട്ടോ. ഈ പുറകിലിരിക്കുന്നവർ മുതൽ ഇവിടെ ഈ ചെയറിലിരിക്കുന്ന ഞങ്ങളെല്ലാം ഉൾപ്പെടെ ഈ വേലിക്കകത്തുള്ളതാ. പിശാച് ഇതിന് അകത്ത് കയറണമെങ്കിൽ ആര് പെർമിഷൻ കൊടുക്കണം? സർവശക്തൻ അലവ് ചെയ്യണം. നീ പോയി നോക്ക്, അവനെ തൊടാങ്കിൽ പോയി തൊട്ടോ, അവനവൻ പണി കൊടുക്കാമെങ്കിൽ പണി കൊടുത്തോ, അവന് ജോലി കളഞ്ഞാലും അവൻ ആരാധന മുടക്കത്തില്ല. ആണ്ട കിടക്കുന്നു. അവൻ്റെ ശമ്പളം കുറഞ്ഞാലും അവൻ ആരാധന മുടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലോ ഏതെങ്കിലും മേഖലകളിൽ ഒരവസ്ഥ മാറി വരുമ്പോൾ എത്രത്തോളം നമ്മൾ ദൈവത്തോട് കൂറുള്ളവരാ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം ദൈവമക്കളെ. നമ്മളൊന്നും ആയിട്ടില്ല. നമുക്ക് ഇയ്യോബിനെ പ്രസംഗിക്കാൻ പറ്റുമെങ്കിലും ഇയ്യോബിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു 25% നമുക്ക് വരാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് പകൽ നമുക്കൊന്ന് ശ്രമിക്കാം. വരുന്ന ആളുകളിൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും വന്നാലും വീണു പോകാൻ നിൽക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുക, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അതിൻ്റെ 10ാമത്തെ വചനം, 143 10ാമത്തെ വാക്യം. ആ ആ ആ